ഈ ഒരു പൊസിഷനെ കാണുമ്പോൾ അട്രാക്ഷൻ തോന്നുന്നു, നാച്ചുറൽ ആണല്ലോ. അപ്പൊ ആ വ്യക്തിയോട് അങ്ങനെ പറയാൻ പറ്റും ഐ ലൈക്ക് ടു സെക്സ് വിത്ത് അങ്ങനെ പറയാൻ പാടും. അത് നിങ്ങള് ഒരു വീട്ടിലോട്ട് കയറാനായിട്ട് പോകുമ്പോ നിങ്ങളുടെ മുറിയിൽ ഇഷ്ടംപോലെ സാധനങ്ങൾ കിടപ്പുണ്ട്, നല്ല കസേരയിരിപ്പുണ്ട്, എനിക്ക് ഇതുണ്ട്, ഞാൻ അങ്ങ് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്ന പോലെ ചോദ്യമാണ്. അങ്ങനെ ചോദിക്കുവോ? നിങ്ങൾ നല്ല വീടാണ്, എനിക്ക് താമസിക്കാൻ സ്ഥലമില്ല, എനിക്ക് താമസിക്കാൻ ആവശ്യമുണ്ട്, അപ്പൊ ഞാൻ ഈ വീട്ടിൽ കയറി താമസിക്കും. മനസ്സിലായില്ലേ? അത് അട്രാക്ഷൻ ഒക്കെ ഈ വീടിന്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ഇയാളങ്ങ് കയറി അങ്ങനെ ചോദിക്കുവോ? ശരിയല്ല. അങ്ങനെ അതിപ്പോ നമ്മൾ ആ ആളുകളെ പരസ്പരം അറിയണം. ഇതിനെയാണ് നമ്മൾ ഇൻഫോംഡ് കൺസെന്റ് എന്ന് പറയുന്നത്. കൺസെന്റ് ചോദിക്കുകയല്ല. കൺസെന്റ് എപ്പോ ചോദിക്കുക എന്നുള്ളതാണ്, എങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇൻഫർമേഷന്റെ അഭാവത്തിലുള്ള ചോദ്യമാണ് ഇയാൾ പറഞ്ഞത്. ഒരു കാലത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു ന്യായവാദമാണ് ഇപ്പോൾ ഇതിൽ ആറാട്ടണ്ണൻ്റെ ചോദ്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കേട്ടത്. ഈ ഫെമിനിസ്റ്റുകളുമായിട്ട് ഇങ്ങനെ പിണക്കത്തിലേർപ്പെട്ട് അവരുമായിട്ട് വാഗ്വാദത്തിലൊക്കെ ഏർപ്പെടുന്ന സമയത്ത് ചില ആളുകൾ, മിനിസ്റ്റുകളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്ന് ചോദിക്കുന്നത് എങ്ങനെയാണ് സെക്ഷൽ ഒഫൻസായി മാറുന്നത്? ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ മറ്റേ കളി കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണ് പ്രശ്നമാവുന്നത്? ഞങ്ങൾ കൺസെൻ്റ് അല്ലേ ചോദിക്കുന്നത്. അപ്പോൾ അവിടെയാണ് മൈത്രൻ വ്യക്തമാക്കുന്നത് ഇൻഫോംഡ് കൺസെൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. നിങ്ങൾ വഴിയിൽ നല്ലൊരു വീട് കാണുകയാണ്, അദ്ദേഹം പറഞ്ഞ കുറച്ചും കൂടെ വ്യക്തമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ നല്ലൊരു വീട് കാണുകയാണ്, നിങ്ങളൊരു ഭവനരഹിതനാണ്, നിങ്ങൾക്ക് കിടക്കാനായിട്ടുള്ള ഇടമില്ല. ആ ഒരു വീട്ടിലേക്ക് പെട്ടെന്ന് കയറി ചെന്ന് ഇവിടെ നല്ല കട്ടിലൊക്കെ ഉണ്ടല്ലോ, ഞാനെന്നെങ്കിൽ ഇവിടെ താമസമാക്കിക്കോട്ടെ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഈ എടുത്തടിച്ചിട്ടുള്ള ചോദ്യം. നമ്മൾ ഒരിക്കലും മറ്റു കാര്യങ്ങളിൽ അങ്ങനെ ഉള്ള ഒരു ചോദ്യം ചോദിക്കാറില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ന്യായവാദം എന്നുള്ളതാണ് സിമ്പിൾ ആയിട്ടുള്ള ആൻസർ. പിന്നെ ആറാട്ടണ്ണനൊക്കെ വളരെ ജെന്യുവനായിട്ട് ചോദിക്കുന്നതാണ്. ഇപ്പം സ്ത്രീകളോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ഉള്ളത് അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്.